കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷ് ഒരു കണക്കിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭാസ്കരൻ വീണ്ടും മാനസമൈനെ പാടും. അപ്പോൾ വേഗം എഴുന്നേറ്റ് പോകുന്നു സുഭാഷ് വിഷമത്തോടെ. അപ്പോൾ സുധീഷ് ഇയാളെ ഞാൻ ഇന്ന് കൊല്ലുമെന്ന് പറയും. എന്നിട്ട് ചാടി എഴുന്നേൽക്കുമ്പോൾ നിധി തടയും. വേണ്ട, ഇപ്പം എന്ത് പറഞ്ഞാലും അച്ഛൻ്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കുള്ളൂ സുധീഷെ, അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും അടങ്ങി ഒതുങ്ങിയിരിക്കും. വീണ്ടും സുഭാഷ് ഏട്ടൻ കൈ കഴുകി വന്നിട്ട് പറയും, എനിക്ക് വല്ലാത്തൊരു തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറയും. എന്നിട്ട് മുറി ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് സുനന്ദ വന്ന് കെട്ടിപ്പിടിക്കുന്നതും സംസാരിക്കുന്നതും ഇഷ്ടമെന്ന് പറയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർക്കണ്. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ പൊട്ടിക്കരയണ് കുട്ടികളെ പോലെ, ഭയങ്കര കരച്ചിൽ. അവരെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാണ്ട് അവർക്കും അവിടെ വിഷമം. അവർ ആരും ഭക്ഷണം കഴിക്കില്ല, എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഭാസ്കരൻ മാത്രം അപ്പുറത്ത് പാട്ട് പാടിയിരിക്കുന്നുണ്ട്. നിധിയുടെ വീട്ടിലെ അവസ്ഥ അങ്ങനെയാണ്. കല്യാണ വീട്ടിലാണെങ്കിൽ അമ്മ മുല്ലപ്പൂവൊക്കെ ഓർഡർ ചെയ്യുന്ന ആങ്ങളനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ചേട്ടാ മുല്ലപ്പൂവ് കൊണ്ടുവരില്ലേ എന്ന് പറഞ്ഞപ്പോൾ, നാളെ പെണ്ണിന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള മുല്ലപ്പൂ കൊണ്ട് നീ സമാധാനമായിട്ടിരിക്കും, ഞാനൊന്ന് മണ്ഡപം വരെയും പോയിട്ട് വരട്ടെ, ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ എന്നും പറഞ്ഞ് അയാൾ പോകും. വീണ്ടും അമ്മ സുനന്ദയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സുനന്ദ ചത്ത പോലെ ഇരിക്കുന്നു. നിന്നോട് എത്ര നേരമായിട്ട് പറയുന്നത്, നീ എന്താണ്ടി ഭക്ഷണം കഴിക്കാൻ വരാഞ്ഞ്? എനിക്ക് വിശപ്പില്ല, എനിക്ക് വേണ്ട. നിനക്ക് എന്താ വിശപ്പില്ലാത്ത? നാളെ 6 മണിയാകുമ്പോൾ ബ്യൂട്ടീഷ്യൻ ഇങ്ങോട്ട് വരും, നിൻ്റെ ഈ അവിഞ്ഞ മോന്തയായിട്ട് അവരെ മുന്നിൽ ചെന്ന് നിന്ന് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. എന്നിട്ട് പോയി കഴിഞ്ഞിട്ട് ചോറ് എടുത്തുകൊണ്ട് വരും, കുറച്ച് കറി എടുത്തുകൊണ്ട് പറയും, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ വരും, അതിന് മുന്നേ നീ ഇത് കഴിച്ച് തീർക്കണം എന്ന് പറഞ്ഞ് പോകും. വീണ്ടും നിധിനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ നികേഷ് എഴുന്നേറ്റ് പതുക്കനെ വാതിൽ തുറന്ന് നോക്കും സുഭാഷ് ഇരിക്കുന്നത്. അപ്പോൾ ആ റൂമിൽ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഇരുന്ന് കരയിന്. അപ്പോൾ നികേഷിന് വിഷമാവും. നികേഷ് വാതിലടച്ചിട്ട് വന്നാൽ സുഭാഷ് ഏട്ടൻ കരയെണ്ണീനി, ഉറങ്ങണമെന്നില്ല എന്ന് പറയും. അപ്പോൾ സുധീഷ് പെട്ടെന്ന് പോകാൻ പോകുമ്പോൾ ഹരീഷ് പറയും, സുധീഷ് ഏട്ടൻ അവിടെ ഇരിക്കും, സുഭാഷ് ഏട്ടനൊന്ന് സമാധാനത്തോടെ ഇരുന്നോട്ടെ, അങ്ങനെ കരഞ്ഞെങ്കിലും വിഷമം മാറട്ടെ എന്ന് പറയും. സുനന്ദന നമ്മൾ എന്ത് ചെയ്യാനാണ്, നമ്മൾ പലതും നോക്കി, 2 പേർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് സുധീഷ് കുറ്റപ്പെടുന്നു. പറയും, സുധീഷെ അങ്ങനെ പറയരുത്, ഇൻട്രസ്റ്റ് ഇല്ലാണ്ടൊന്നല്ല അത്. സുനന്ദന വീട്ടുകാർ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി വെച്ചേക്കണമെങ്കിലോ? സുനന്ദന അവസ്ഥ ഒന്ന് ആലോചിച്ച് ചോദിക്കുക. മറ്റൊരാളെ മനസ്സിലാലോചിച്ച് നാളെ വേറൊരാളെ കൂടെ ജീവിക്കാൻ പോണ്, അവൾക്ക് എന്തോരം വിഷമം ഉണ്ടാവും, അവളുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് സുനന്ദന ന്യായീകരിക്കുന്നുണ്ട് നിധി. അപ്പോൾ പറയാം, എത്ര പ്രാവശ്യം നമ്മൾ ഈ നാണം കിട്ടും, നമ്മൾ ഒന്നും ചെയ്യാണ്ടണോ, നമ്മൾ അവരെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചു, കല്യാണം എന്നും പറഞ്ഞ് നിങ്ങൾ അമ്പലത്തിൽ വന്ന് കാത്തിരുന്ന് എന്താ ചെയ്യുക, ഒന്നും നടക്കില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്, അതതിൻ്റെ ആ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് അവർ സമാധാനിക്കുക. പിന്നീട് വീണ്ടും സുനന്ദനെ കാണിക്കുന്നത് 1 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴും ഭക്ഷണം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ വഴക്ക് പറയുന്നത്, നീ ഇത് കഴിച്ചില്ലല്ലേ, നീ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ ഒന്ന് കേട്ടൊന്ന് ഉറങ്ങി താടി എന്ന് പറയും. നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കേണ്ടതാണ്, നിനക്ക് ഇപ്പം മനസ്സിലാവില്ല ഇതിൻ്റെ, നീ പുതിയൊരു ജീവിതം ജീവിച്ച് തുടങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാവോടി, അച്ഛനും അമ്മയും പറഞ്ഞതിന് ശരി, അപ്പം നഷ്ടപ്പെട്ടത് നന്നായി എന്ന് നിനക്ക് തോന്നും എന്നൊക്കെ പറയും. അപ്പോൾ സുനന്ദ കണ്ണൊന്ന് തുറപ്പിച്ച് നോക്കും. എന്താ പറയും, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേണ്ടാന്നും പറഞ്ഞ് ആ ഭക്ഷണം എടുത്ത് പോകുന്നുണ്ട് അമ്മ. അതിനുശേഷം വീണ്ടും നിധിനെയൊക്കെ കാണിക്കുന്നത്. നിധി പറയും, നിങ്ങളെല്ലാവരും കിടന്നോ, ഞാൻ പാത്രമൊക്കെ കഴുകിക്കട്ടെ എന്ന് പറയും. അങ്ങനെ നിധി അടുക്കളയിലൊക്കെ പോയി പാത്രങ്ങളൊക്കെ കഴുകി വേസ്റ്റ് കൊണ്ട് കളയാൻ പോകുമ്പോൾ ഒരു നിഴൽ കാണും. അപ്പോൾ നിധി പേടിക്കും, ആരാ അത് ചോദിച്ചതിന് ഉത്തരമില്ലേ, ആരാന്ന് ചോദിക്കും. അപ്പോൾ വെളിച്ചത്തിലേക്ക് മാറി നിൽക്കുമ്പോൾ സുനന്ദയായിരുന്നു പതുങ്ങി പതുങ്ങി വരുന്നത്. സുനന്ദേ നീയോ എന്ന് ചോദിക്കും. അപ്പോൾ അത് അകത്തു നിന്ന് സുധീഷൊക്കെ കേൾക്കുന്നുണ്ട്. സുനന്ദ എന്നങ്ങാണ്ടല്ലേ ഏട്ടത്തി വിളിച്ചേന്ന് ഹരീഷ് ചോദിക്കുന്നു. അതെ, സുനന്ദയുടെ പേരുള്ള പറയുന്നേട്ടേന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നിധിനോട് ചോദിക്കുന്നു, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് സുനന്ദ ചോദിക്കും. അപ്പോൾ നീ എന്ത് ഈ നേരത്ത്, നീ എന്ത് പണി ചെയ്തതെന്ന് ചോദിക്കും. എന്തായാലും വായോ എന്ന് പറഞ്ഞ് വേഗം അകത്ത് കയറ്റി വാതിലടയ്ക്കും. അതിനുശേഷം സുനന്ദേ നീ എന്താടി ഇവിടെ, നീ എന്തിനേണ്ടി വന്നേന്നൊക്കെ ചോദിച്ച് സുധീഷും ഹരീഷും കൂടെ പാഞ്ഞു ചെല്ലുന്നുണ്ട്. അപ്പം ഉണ്ടാടുക്കും, ഞാനേ പോകാൻ വന്നതല്ല, ഞാൻ സുഭാഷ് ഏട്ടനെ കാണാൻ വന്നതാണ്, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റണില്ല, എനിക്ക് ഈ കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കരയണ് നിധി. എനിക്ക് ഈ കല്യാണം വേണ്ട നിധി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയണേ. അപ്പോൾ വേറൊരു ശബ്ദം കേട്ടിട്ട് ഭാസ്കരന്, ഇതാരുടെ ശബ്ദമാണ്, ഇത് അവളല്ലേ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് വരും. ഡി നീ എന്തിനേണ്ടി ഇങ്ങോട്ട് വന്നത്, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേടി, നീ ഇപ്പോൾ വരും, നിൻ്റെ പിന്നാലെ ഇപ്പോൾ ആ പൂതനയും ബകാസുരനും വരും, എന്നിട്ട് എൻ്റെ മക്കളെ ജയിലിൽ കയറ്റാനുണ്ടി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊന്നും പറയില്ലേ ഭാസ്കരൻ മാമ, ഞാൻ ഇനി പോകാൻ വന്നതല്ല എന്നൊക്കെ പറയും. അപ്പോഴത്തേനും സുഭാഷും കേൾക്കും ഈ സൗണ്ട്. അങ്ങനെ സുഭാഷും വാതിൽ തുറന്ന് വരും. സുഭാഷിനെ കാണുമ്പോൾ നമ്മുടെ സുനന്ദ ചെന്ന് പറയും, സുഭാഷ് ഏട്ടാ ഞാൻ അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതാണ്, ഞാൻ അവിടെ ഞാൻ അവിടെ ഇല്ലയെന്ന് ആരും അറിയില്ല, എന്തെങ്കിലും ചെയ്യും സുഭാഷ് ഏട്ടാ, എന്നെ ഇനി പറഞ്ഞയക്കരുത് എന്തൊക്കെ പറയുന്നു. അപ്പോൾ സുഭാഷ്, നീ എന്തിനീ നേരത്തെ ഇങ്ങോട്ട് വന്നത്, നീ വീട്ടിൽ പോകാൻ നോക്കുമെന്ന് പറഞ്ഞ് ആദ്യം ദേഷ്യപ്പെടും.
അപ്പോൾ ഭാസ്കരൻ പറയും അതെ പോകാൻ നോക്ക് സുഭാഷേ, ഇവളെ വർത്താനം കേട്ടും കഴിഞ്ഞിട്ട് നീ വീഴാൻ നിൽക്കണ്ട കേട്ടോ, മണ്ടത്തരം കാണിക്കണ്ട. ഇവളെ ഇപ്പം ഇവളാ നാവിനെല്ലില്ലാത്ത മൂദേവി തള്ളയും അവൾ അച്ഛനും ഇങ്ങോട്ട് വരും, ഇവള് പട്ടി വാലാട്ടുന്ന പോലെ ഇവള് കൂടെ പോകുമെന്ന് പറയും. അപ്പം നമ്മുടെ നിധി പറയും അച്ഛാ ഞാൻ സംസാരിക്കാമെന്ന് പറയും. എന്നിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറയും. എന്നിട്ട് ഭാസ്കരൻ മാറിക്കും. അപ്പോൾ നമ്മുടെ നിധി ചെന്നിട്ട് സുനന്ദോട് പറയും, സുനന്ദേ ഒരുപാട് വൈകി, നാളെ നേരം വെളുപ്പം നിന്റെ വിവാഹമാണ്. നിന്റെ വീട്ടുകാർ ഇപ്പം നിനക്ക് നാണം കെടുത്താൻ പറ്റില്ലേ, അന്ന് നിനക്ക് വരായിരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പം നീ സുനന്ദനോട് നികേഷും പറയും അതെ, ഞങ്ങൾ എത്ര തവണ അമ്പലത്തിൽ എത്ര നേരം കാത്തുനിന്ന് സുന്ദരിക്ക് അന്ന് വരാൻ പറ്റില്ലല്ലോ, ഈ അവസാന നിമിഷത്തിന് ഓടി വന്നേന്ന് പറയും. ഞാൻ അന്ന് വന്നതാണ് നികേഷെ, സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് വന്നതാണ്. പകുതി എത്തിയപ്പോൾ വഴിയിൽ അമ്മ പിന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ഒരുപാട് തല്ലി, എന്നെ മുറിയിലിട്ട് പൂട്ടി, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാഞ്ഞത്, മരിക്കുന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇന്ന് ചെയ്യില്ലേ എന്ന് നിധി ചോദിക്കും. ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഇത്ര ദിവസം ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിച്ച് അവിടെ നിന്ന് നോക്കി, പക്ഷേ എനിക്ക് പറ്റണില്ല, മറ്റൊരാളെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. മനസ്സിൽ സുഭാഷ് ചേട്ടനെ ഇട്ടുകൊണ്ട് എനിക്ക് ഒരാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ആ കല്യാണം വേണ്ട, ഞാൻ മരിച്ചാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. നിങ്ങൾ എന്നെ വിശ്വസിച്ചോ, ഇനി ആര് വന്ന് വിളിച്ചാലും ഞാൻ പോകില്ല എന്ന് പറയും. അങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കണ് നിധിയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും കൂടി എന്ത് ചെയ്യണം അറിയാണ്ട്. അപ്പം ഭാസ്കരനാണെങ്കിലും കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഭാസ്കരൻ മിണ്ടാണ്ട് നിൽക്കും. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് നിധിയോട് സുഭാഷ് ചോദിക്കുന്നത് ഞാൻ എങ്ങനെ ഇവളോട് പോകാൻ പറയും മോളെ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ രാത്രി തന്നെ ഇവരുടെ കല്യാണം നമുക്കവിടെ നടത്താം. അപ്പം നിധി ഇങ്ങനെ ആകെ പേടിക്കുന്നു, കല്യാണം നടത്താമെന്നോ സുധീഷ് എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കും. അവർ വരുമ്പോഴത്തേനും നമ്മളതിൽ എന്തായാലും അവരിൽ അന്ന് ആ മേടിച്ച താലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സുധീഷിനോട് സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞത്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ കല്യാണം നടത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഭാസ്കരൻ പിന്നെ കാണിക്കുന്നത് ഭാസ്കരൻ താലി എടുത്ത് കഴിഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് എടാ ബകാസുര, ഞാനും എൻ്റെ മക്കളും അത് ഭാസ്കരൻ്റെ മക്കളും അഭിമാനത്തോടെ നിൻ്റെ മുന്നിൽ നെളിഞ്ഞു നിൽക്കോടാ, ഞങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്കോടാ നാട്ടുകാർ, നാളെ നീ നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് ചൂളി നിൽക്കണം, എനിക്കൊന്ന് കാണണോടാ, കുറേ വർഷത്തെ പകയുണ്ടടാ, എന്തൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പിച്ചും പേയും പറയുന്നത്. അതിനുശേഷം സുഭാഷും സുനന്ദയും കൈ പിടിച്ച് നിൽക്കുന്നതും താലിയെടുത്ത് സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ കെട്ടാൻ പോകുന്നതായിട്ടുള്ള ഭാഗമൊക്കെ പ്രൊമോയിൽ അടിപൊളി ഭാഗങ്ങളൊക്കെ. നാളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.